നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി TS-മായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി TS ആണ്. നമസ്കാരം മാഡം. നമസ്കാരം. പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പല ഘട്ടങ്ങളിൽ പല തരം വെല്ലുവിളികൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ ആ വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നതിനെ അനുസരിച്ചായിരിക്കും പിന്നീടുള്ള നമ്മുടെ ഒരു ജീവിതത്തിന്റെ യാത്ര. എങ്ങനെയാണ് മാഡത്തിന് ഈ ഒരു കാഴ്ച പരിമിതിയുടെ ബുദ്ധിമുട്ട് തുടങ്ങുന്നത്? അതായത് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആണ് MBBS പഠിക്കുന്നത്. എൻട്രൻസ് തുടങ്ങിയതിൻ്റെ 3ാമത്തെ ബാച്ചാണ്. അത് ഏത് വർഷമാണ് മാഡം? 1983 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് MBBS പഠിച്ചതും. അവിടെ നിന്ന് തന്നെ പാസ് ഔട്ട്. അപ്പോഴൊന്നും കാഴ്ചയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് PSC അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണ്. സാധാരണ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, അപ്പോയിൻമെൻറ്റ് കിട്ടി. ആദ്യം നമ്മളൊരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ ജോലിക്ക് കയറുന്നത്. അതെ, തീർച്ചയായും. ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുത്തു, ജോലിയിൽ പ്രവേശിച്ചു 1996. അപ്പോൾ അതിനുശേഷം 99 ആയപ്പോൾ എനിക്ക് ചെറുതായിട്ട് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. ആദ്യം തുടങ്ങിയത് വെളിച്ചത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട്. ആദ്യം ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അത് കഴിഞ്ഞ് ഒപ്തൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അങ്ങനെ വന്നപ്പോൾ കണ്ണിൻ്റെ റെറ്റിനയുടെ ഞരമ്പുകളെ ബാധിക്കുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്നുള്ള രോഗമാണ് എന്നവിടെ സ്ഥിരീകരിച്ചു. അപ്പോൾ അതിനുശേഷം കാഴ്ച കുറച്ച് മങ്ങി തുടങ്ങി, പതുക്കെ മങ്ങി തുടങ്ങുമായിരുന്നു. 2004 ആയപ്പോഴേക്കും 40% ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വന്നു. പിന്നെ അത് ക്രമേണ കുറഞ്ഞു വരികയും ഇപ്പോൾ 75% 80% ഡിസബിലിറ്റിയിലാണ് നിൽക്കുന്നത്. ഇതിന് ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഈ ഒരു ഡിസീസ്? അല്ല, സത്യം പറഞ്ഞാൽ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയ്ക്ക് ചികിത്സയില്ല. പക്ഷെ പലരും പല ചികിത്സയിൽ പോകുന്നുണ്ട്. മാഡം പറഞ്ഞു കാഴ്ച മങ്ങുന്ന പോലെ ആദ്യത്തെ തോന്നലുണ്ടായി, പിന്നെ പതുക്കെ കാഴ്ച കുറയുന്ന പോലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന്. എങ്ങനെയാണ് മാഡം ആ ഒരു സാഹചര്യത്തെ നോക്കി കണ്ടതെന്നൊന്ന് പറയാമോ? തുടക്കത്തിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോവും. നമ്മൾ പഠിച്ചു, ഇത്രയും ജോലിയൊക്കെ ആയതിനു ശേഷം സഹപ്രവർത്തകരുടെ കളിയാക്കലും, ചില സ്ഥലത്തൊക്കെ സഹപ്രവർത്തകർ ഭീഷണിപ്പെടുത്തുക. ഞാൻ പാങ്ങപ്പാറ MCH യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു 1999. അപ്പോൾ അവിടെ ഒരു ഓഫീസിലെ പിയൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കിപ്പോൾ അവരുടേതായിട്ടുള്ള സൗകര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭീഷണിയാണ് അടുത്ത്. ഇവിടുത്തെ ഒരു മെഡിക്കൽ ഓഫീസറിന് കണ്ണ് പ്രശ്നമുണ്ടെന്ന് മുകളിലോട്ട് അറിയിച്ച് അവരെ ഇപ്പോൾ പിരിച്ചുവിടും. അങ്ങനെയൊക്കെയുള്ളൊരു ഭീഷണികൾ. അപ്പോൾ നമ്മൾ വളരെ പേടിച്ചും പതുങ്ങിയൊക്കെയാണ് തുടക്കകാലത്തിൽ ജോലി ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം 2004 ആയപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൽ ഒരു സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ സാറിനെ പോയി കണ്ടപ്പോൾ സാറ് പറഞ്ഞു, നമ്മൾ ഡിസബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, 1995 പാസ്സാക്കിയതാണ്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ ഗവൺമെൻറ് ജോലിയിൽ കയറിയതിന് ശേഷം എന്ത് തരം ഡിസബിലിറ്റി വന്നാലും അതിൻ്റേതായിട്ടുള്ള സംരക്ഷണമുണ്ട്. അതിൻ്റെ സെക്ഷൻ 47 അതിൽ പറയുന്നത് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ തരം താഴ്ത്താനോ യാതൊരു വിധത്തിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ പ്രൊമോഷൻ നിഷേധിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിയമം കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ തൻ്റെ ഇടമായിട്ട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ്. ആദ്യം ജോലി ചെയ്തത് എവിടെയായിരുന്നു? പത്തനംതിട്ട ജില്ലയിൽ മൈലപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. 2-3 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തിന് സ്ഥലം മാറ്റം കിട്ടി. ആദ്യം പാങ്ങപ്പാറ മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റ്. അപ്പോൾ അവിടെ വെച്ചാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അവിടെയും ഞാൻ തനിച്ച് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിരുന്നോ മാഡത്തിന്റെ ആ സമയത്ത്? ഇല്ല, അതിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞത്. അപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു സഹോദരനാണുള്ളത്. പഠിച്ചിരുന്ന കാലത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സർവീസിൽ കയറി ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ടെസ്റ്റ് എഴുതണം, കേരള സർവീസ് റൂൾസ്. അപ്പോൾ അതെല്ലാം ചെറിയ അക്ഷരത്തിലാണ്. അപ്പോൾ ചെറിയ അക്ഷരം വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് കേരള സർവീസ് റൂൾസ് എല്ലാം എൻ്റെ സഹോദരനാണ് വായിച്ചു തരുമായിരുന്നു. വായിച്ചു തന്നെ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് എല്ലാം കാണാതെ പഠിച്ചു. കാണാതെയാണ് പരീക്ഷ എഴുതിയത് KSR. ആദ്യം PSC ഓഫീസിൽ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പരീക്ഷ എഴുതാൻ വേറെ എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യണ്ട, അങ്ങനെ എഴുതാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു. അപ്പോൾ പിന്നെ ഞാനത് ചലഞ്ചായിട്ട് തന്നെ എടുത്തു. എന്തായാലും MBBS പഠിക്കാമെങ്കിൽ പിന്നെ KSR പഠിക്കാൻ എന്താ പാടെന്നുള്ള ഒരു നിലപാടായിരുന്നു. വാശിക്ക് KSR മുഴുവൻ എഴുതി വെച്ച് കാണാതെ പഠിക്കുമായിരുന്നു. 1-2 ബുക്സ് ഉണ്ട്. സർവീസ് റൂൾസ് മാത്രമല്ല, എൻ്റെ റൂൾ നമ്പർ ഉൾപ്പെടെ കാണാതെ പഠിക്കണുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കൺവെയൻസ് അലവൻസ് KSR പാർട്ട് 1 റൂൾ നമ്പർ ഇത്ര, അങ്ങനെ തന്നെ കാണാതെ പഠിച്ചിട്ട് എൻ്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ പഠിച്ച് പരീക്ഷ എഴുതി. അങ്ങനെ വിജയിക്കുകയും ചെയ്തു അല്ലേ? പിന്നെ അടുത്തത് ജോലി ചെയ്തത് എവിടെയാണ്? ഐരാണിമുട്ടം. അവിടെ അസിസ്റ്റന്റ് സർജനായിട്ട് ജോലിയിൽ വന്നു. ജോലിയിൽ കുറച്ചും കൂടി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി മാഡം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
ആദ്യമൊക്കെ രോഗികളെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഐരാണിമുട്ടത്ത് വെച്ചൊക്കെ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുറച്ച് മോശമായി തുടങ്ങി. ഐരാണിമുട്ടത്ത് 5 വർഷം അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് കരമന ഡിസ്പെൻസറിയിൽ പോയി. ഒരു കാര്യത്തിലും പ്രശ്നമില്ല, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. 2010 ഐരാണിമുട്ടം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സിവിൽ സർജനായിട്ട് പോസ്റ്റിംഗ് ആയി. അപ്പോൾ അവിടെ വെച്ച് ഒരാൾ മന്ത്രിക്കൊരു പരാതി അയച്ചു പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട്. എഴുതിയത് ഇങ്ങനെയാണ്: I got an unusual prescription which can be read and understood by the staff of that institution only. അങ്ങനെ ഒരു പരാതി അയച്ചു. അഡീഷണൽ ഡയറക്ടർ എൻക്വയറിക്ക് വന്നു. ഇന്ന് എന്താ ഇങ്ങനെ എഴുതുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് ഇവർ തന്നെ ഗവൺമെൻറ്റിന് റെക്കമെൻഡേഷൻ അയച്ചു. അഡീഷണൽ ഡയറക്ടർ റെക്കമെൻഡേഷൻ അയച്ചെന്ന് പറഞ്ഞാൽ വെദർ ഷീ ക്യാൻ കണ്ടിന്യൂ ഇൻ സർവീസ് ഓർ നോട്ട്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് അയച്ചു. ഗവൺമെൻറ് അവിടെ നിന്ന് തിരിച്ച് മെഡിക്കൽ ബോർഡിന് വിട്ടു. മെഡിക്കൽ ബോർഡിന് വിട്ടപ്പോൾ ആ സമയത്ത് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. കമ്പ്യൂട്ടറൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? കമ്പ്യൂട്ടർ എനിക്ക് ബൽറാം എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകനാണ് കമ്പ്യൂട്ടർ പഠിപ്പിച്ചത്. ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഇട്ട് ടൈപ്പ് ചെയ്യുന്ന എല്ലാം അത് വായിച്ച് കേൾപ്പിക്കും. ചെറിയ പ്രിന്റർ വാങ്ങി അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ പ്രിന്റ് ഔട്ട് കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് അങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്? എന്ത് കാര്യവും നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഒരു പേഷ്യന്റ് പരാതി അയക്കുമ്പോൾ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ. അതാണ് ഇങ്ങനെ ഒരു പ്രിന്റിലോട്ട് പോയത്. അതിനുശേഷം കണ്ണാശുപത്രിയിലാണ് പോയത്, മെഡിക്കൽ ബോർഡിന്. അവിടുത്തെ ഡയറക്ടറിന് ഈ കമ്പ്യൂട്ടറും എല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. ഷീ ക്യാൻ കണ്ടിന്യൂ ഇൻ ദി പ്രസന്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ DHSന്റെ ഒരു ഉത്തരവൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഒരു ദിവസം എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും ഓഫീസ് ജോലിയും തിരക്കും എല്ലാം ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ വീട്ടിലെ കുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഒരു മകളാണുള്ളത്. മോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവളെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കും. ഹസ്ബൻഡ് ഇപ്പോൾ സ്ഥലത്തില്ല, പത്തനംതിട്ടയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടാക്കി അതുവഴി തന്നെ ഞാൻ ഓഫീസിൽ പോകും. തിരിച്ച് 2 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. കുക്കിങ്ങിലൊക്കെ കൈ പൊള്ളുവോ അങ്ങനെയൊക്കെ പേടിക്കുന്നു. അവരോട് എന്താ പറയാനുള്ളത് കുക്കിങ്ങിൽ? എനിക്ക് പറയാനുള്ളത്, കുറച്ച് ഈ പെൺകുട്ടികളെ പലരും കല്യാണം കഴിക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പേടി കാരണമാണ്. ഇവരെ കൊണ്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റുമോ, എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുക്കണം. അതായത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ വിൽ പവറാണ് ഇതിനകത്ത് പ്രധാന ഒരു കാര്യം. എന്ത് കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കത്തേ ഉള്ളൂ, പേടിച്ച് മാറി നിന്നാൽ. പക്ഷേ അതിനോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ തട്ടി മറിയുമായിരിക്കും, ഒരു ദിവസം കൈ പൊള്ളും, 2ാമത്തെ ദിവസം അത് പൊള്ളാതെ ചെയ്യാൻ പഠിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടുകാരോടും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ, കുട്ടികളെ മാറ്റി നിർത്തരുത് ഒരു സ്ഥലത്തു നിന്നും. അവർ ചെയ്യട്ടെ. ഇപ്പോൾ നടക്കുമ്പോൾ ഇടിക്കുന്നെങ്കിൽ ഇടിക്കട്ടെ. ഒരു ദിവസം ഇടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടെ നിന്ന് വഴി മാറി പോവുമല്ലോ. തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു തടസ്സമുണ്ട്, അതുകൊണ്ട് നമുക്ക് മാറി നടക്കാന്ന് വിചാരിക്കും. ആ ഒരു സ്പേസ് കൊടുക്കണം അല്ലേ കുട്ടികൾക്ക്? സ്പേസ് കൊടുക്കണം. നമ്മൾ വിടുക, അവരെ സ്വതന്ത്രമായിട്ട് വിടുക. പേടിപ്പിച്ചുകൊണ്ടിരുന്ന അവർ പേടിച്ച് തന്നെയല്ലേ ഇരിക്കുകയുള്ളൂ. നിന്നെ കൊണ്ടത് പറ്റൂല, അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ജീവിതത്തിൽ ഇതുവരെ കണ്ട വ്യക്തികൾ ആരെയാണ് ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയത്? അങ്ങനെ ഒരു പ്രത്യേക വ്യക്തി പറയാനില്ല. ഞങ്ങൾക്ക് കാഴ്ച പരിമിതർക്ക് തുടക്കകാലത്ത് കുറച്ച് മെയിലിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉത്തരേന്ത്യയിലൊക്കെ നല്ല പ്രൊഫഷണലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ധൈര്യം വരുവാണ്. ടെക്നിക്കൽ ഗ്രൂപ്പാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ കുറേ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട്. പിന്നെ കാഴ്ച പരിമിതരുടെ വായന കൂട്ടായ്മകളുണ്ട് ധാരാളം. വായനയൊക്കെ കിട്ടുന്നുണ്ട്, കുറേ വോളണ്ടിയേഴ്സ് വായിച്ചു തരും. എല്ലാ കാര്യമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ടും ഇടപെട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു, പിന്നെ നമുക്കൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോയി, ഒരു 2.5 കിലോമീറ്റർ പോയി. അവിടെയും ഞാൻ മാറി നിന്നിട്ടില്ല. എവിടെയാ പോയത്? വാഴ്വാന്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. വാഴ്വാന്തോട് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കൂടെ ഒരാളുണ്ടാവും ഡയറക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാറി നിൽക്കുന്നില്ല. അവിടെയൊക്കെ പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമുക്ക് മാറി നിൽക്കാനേ പറ്റും. എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാഡത്തിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് പ്രധാനമായിട്ടും ആകാശവാണി കേൾക്കുന്നതാണ് ഒരു പ്രധാന ഹോബി. റേഡിയോയിൽ ഇഷ്ടപ്പെട്ട പരിപാടി ഏതൊക്കെയാണ്? എനിക്ക് പ്രഭാതപേരി തുടക്കം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. കുറേ ഇൻഫോർമേറ്റീവ് പ്രോഗ്രാംസ് ഉണ്ട്. ഹരിതവാണി, അത് മാത്രമല്ല ഞാൻ മോളെയും കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉപന്യാസ മത്സരത്തിനൊക്കെ ഇതിൽ വരുന്ന ചില പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചരിത്രത്തിന്റെ വഴികളൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, നല്ല മലയാളം. ഇതെല്ലാം ഞാൻ കേൾക്കുന്ന പ്രോഗ്രാംസ് ആണ്. എല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആണ്. നല്ല മലയാളത്തിലേക്ക് നമുക്ക് എന്തെല്ലാം മലയാളത്തിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാകാൻ പറ്റും. നല്ല മലയാളം കേൾക്കണമെങ്കിൽ ആകാശവാണി തന്നെ കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച്. മാഡത്തിന് ലൈഫിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഒരാൾ പറയുകയോ അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് പറഞ്ഞതിനെ പോസിറ്റീവാക്കി മാറ്റിയ ഒരു സന്ദർഭം കൂടി ശ്രോതാക്കൾക്കായിട്ട് ഷെയർ ചെയ്യാമോ? അതായത് ലൈഫിലൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറേ കാലം കുട്ടികളില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോയി. ദത്തെടുക്കാൻ പോയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഏജൻസിയിൽ ചെല്ലുകയാണ്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് ഫോമും ഫില്ല് ചെയ്ത് കൊടുത്ത് എല്ലാം കൈ വാങ്ങിയ ശേഷം പറഞ്ഞ് നിങ്ങൾക്ക് കുട്ടിയെ തരില്ല, കാരണം നിങ്ങൾക്ക് കാഴ്ച പരിമിതിയുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളെ തരാൻ സാധ്യമല്ല, നിങ്ങൾക്ക് സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കുട്ടിയെ തരില്ല. ഇങ്ങനെയാണ് ഡയലോഗ്. അത് കഴിഞ്ഞ് നമ്മൾ തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ വന്നു. അവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ കുറേ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വന്നു.
ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, മെയിലിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതെ. അതിലൊരാൾ പറഞ്ഞ് ഡിസബിലിറ്റി നാഷണൽ ഗൈഡ് ലൈൻസിൽ ബാരിയർ അല്ല അഡോപ്ഷന് എന്നുള്ള ഒരു വിവരം അവിടെ നിന്ന് കിട്ടി. ആ ഒരു പോയിന്റ് വെച്ച് പിന്നെ ശിശു സമിതിയിൽ കുറേ ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കുട്ടിയെ കിട്ടിയത്. അപ്പോൾ അവർക്ക് 14 വയസ്സായി. അതിനുശേഷം പലർക്കും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നിയമങ്ങൾ അറിഞ്ഞൂടാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്വന്തം കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെ കുട്ടിയെ തരുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ കാഴ്ച പരിമിതിയുള്ള ഒരാളിന് ഒരു ബയോളജിക്കൽ ചൈൽഡ് ഉണ്ടായാൽ അവർ നോക്കൂലേ? ഒരു കുട്ടിയെ വളർത്താൻ ഒരാളിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തടസ്സം വരുന്നത്? അതെ, തീർച്ചയായിട്ടും കേട്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലേ. അതെ, ഡിസബിലിറ്റി ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരം, അവസര സമത്വം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഭിന്നശേഷി ദിനം ഒക്കെ സമുചിതമായിട്ട് ആചരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ പ്രസംഗത്തിൽ മാത്രം പോരാ, സമൂഹം ഉൾക്കൊണ്ട് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം പലയിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാണെന്ന് മാഡത്തിന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലാണെങ്കിലും ശരി, നമ്മുടെ രാജ്യത്താണെങ്കിലും ശരി, അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോൾ നിർമ്മിക്കുന്ന കുറേ കെട്ടിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് പല സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ എത്ര നിയമം അങ്ങോട്ട് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല പൊതുസമൂഹം. ഈ യാത്രാ സൗകര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു സാധാരണ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് മാഡത്തിന് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനം വീട്ടിനടുത്തായതുകൊണ്ട് അങ്ങനെ എത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ കൂടുതലും സ്വകാര്യ വാഹനത്തിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് ചിലരൊക്കെ ധൈര്യമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ അല്ലാത്തവരും ഉണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ഇല്ലാതെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തരും ഭിന്നശേഷി കാരണം ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം. ഇത് കേട്ടിരിക്കുന്നവരായിട്ട് ഒരു മെസ്സേജ് എന്ന രീതിയിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ഇത് കേൾക്കുന്ന ഭിന്നശേഷിക്കാരോട് പറയാനുള്ളത്, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യവും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിലും മുന്നേറാൻ പറ്റുള്ളൂ. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്നും മാറി നിൽക്കാൻ പാടില്ല. പിന്നെ സമൂഹത്തിനോട് പറയാനുള്ളത്, ഡിസബിലിറ്റി ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി ഏജ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളിനെ കാണുമ്പോൾ പുച്ഛത്തോടെ നോക്കുക, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള, എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാനും പകുതി വരെ സൈറ്റഡ് ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ അല്ല ഡിസബിലിറ്റി വരുന്നത്. അപ്പോൾ ഡിസബിലിറ്റി ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി ഏജ്, അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് പൊതുസമൂഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പെരുമാറുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവസരങ്ങൾ നിഷേധിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും നേരം തിരക്കിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും പ്രചോദനം കിട്ടുന്ന തരത്തിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനിയും വെല്ലുവിളികൾ വരുമ്പോൾ ഇതുപോലെ തന്നെ ഇതിന്റെ ഇരട്ടി പവറിൽ അതിനെ ഓവർകം ചെയ്യാൻ മാഡത്തിന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ആകാശവാണിയിൽ ഇങ്ങനെ നേർവഴി എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം തന്ന ആകാശവാണിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി TS-മായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT. നേർവഴി.